First module last section, cyclic groups. First, cyclic subgroup. Definition we already kandadana. If G is a group and a element of G, then H is equal to set A raised to n, such that n element of Z is a subgroup of G. This subgroup is called cyclic subgroup of G generated by A. Notation. The subgroup is called cyclic subgroup of G generated by A. A generate in a cyclic subgroup that is equal to set A raised to n such that n element of Z. Again, if there is an element A in G such that G is equal to set A raised to n such that n element of Z. അതായത് ജിയിലെ ഒരു എലമെൻറ്റ് അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ജിയോട് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ജി is സൈക്ലിക് ആൻഡ് ദാറ്റ് എലമെൻറ്റ് എ is called the generator of G. ഓക്കെ, അപ്പോൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ദെൻ സൈക്ലിക് ഗ്രൂപ്പ് ഒരു ജിയിലെ ഒരു എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ജിയോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ജി is സൈക്ലിക് ആൻഡ് ആ എലമെൻറ്റ് is called the generator of G. Definition നമ്മൾ കണ്ടതാണ് ഓൾറെഡി. നെക്സ്റ്റ് വൺ ഡെഫിനിഷൻ, ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഒരു ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ, ലെറ്റ് എ എലമെൻറ്റ് ഓഫ് ജി, ദെൻ ഓർഡർ ഓഫ് എ ഇൻ ജി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ കാർഡിനാലിറ്റി ഓഫ് cyclic group generated by A. ഓക്കെ, ഇപ്പോൾ ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണെങ്കിലേ നമുക്കിങ്ങനെ പറയാൻ പറ്റൂ. ഇനി ആ സൈക്ലിക് ഗ്രൂപ്പ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം എ ഈസ് ഓഫ് ഇൻഫൈനൈറ്റ് ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തിയറം, എവറി സൈക്ലിക് ഗ്രൂപ്പ് ഇസ് അബീലിയൻ. ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ അത് അബീലിയൻ ആണ്. അബീലിയൻ മീൻസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ ദാറ്റ് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. പ്രൂഫ്, ലെറ്റ് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ്. ഇപ്പോൾ ജി സൈക്ലിക് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഒരു ഗ്രൂപ്പ് ജി സൈക്ലിക് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ സൈക്ലിക് ആണെങ്കിൽ അതിനൊരു ജനറേറ്റർ ഉണ്ടായിരിക്കും. ലെറ്റ് എ ബി എ ജനറേറ്റർ. അപ്പോൾ എ ജിയെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ജി ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് എ റൈസ്ഡ് ടു എൻ സച്ച് ദാറ്റ് എൻ എലമെൻറ്റ് ഓഫ് ഇസ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ജി അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ജിയിലെ ആർബിട്രറി ആയിട്ട് രണ്ട് എലമെൻറ്റ്സ് എടുത്താൽ, ഏത് എലമെൻറ്റ് എടുത്താലും, ഇപ്പോൾ G1 G2 ജിയിലെ രണ്ട് എലമെൻറ്റ് എടുത്താൽ G1 G2 ഈക്വൽ ടു G2 G1 എന്ന് പറയാം. നമ്മൾ ജനറലായിട്ട് തിയറി പറയുമ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ് നൊട്ടേഷൻ. അപ്പോൾ G1 G2 ദാറ്റ് ഈസ് ഈക്വൽ G1 G2 ആണ് മീൻ ചെയ്യുന്നത്. G1 G2 ഈക്വൽ ടു G2 G1 എന്ന് പ്രൂവ് ചെയ്താൽ ജി അബീലിയൻ ആണ് കിട്ടും ഫോർ ഓൾ G1 G2 എലമെൻറ്റ് ഓഫ് ജി. ജിയിലെ ഏത് G1 G2 എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ ജി അബീലിയൻ ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ G1 ഈക്വൽ ടു G1 G2 ജിയിലെ രണ്ട് എലമെൻറ്റ്സ് എടുത്തു. അപ്പോൾ G1 G2 ജിയിലെ എലമെൻറ്റ്സ് ആണെങ്കിൽ ജി എന്ന് പറയുന്ന എ ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് G1 എയുടെ ഒരു പവറായിട്ട് എഴുതാം, എ റേസ് ടു ആർ ഫോമിൽ എഴുതാം. അതുപോലെ G2 എന്ന് പറയുന്നത് സം എ റേസ് ടു എസ് ഫോമിലായിരിക്കും. അപ്പോൾ G1 ഇൻറ്റു G2 എന്ന് പറയുന്ന എ റേസ് ടു ആർ ഇൻറ്റു എ റേസ് ടു എസ്, അതായത് എ ആർ ടൈം ഓപ്പറേറ്റ് ചെയ്യുക, ദെൻ അതിനോട് എ എസ് ടൈം ഓപ്പറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു ആർ പ്ലസ് എൽ. എ ആർ ടൈം ഓപ്പറേറ്റ് ചെയ്തിട്ട് അത് എ എസ് ടൈം ഓപ്പറേറ്റ് ചെയ്യുന്നു, അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. എ എന്ന് പറയുന്ന ആർ പ്ലസ് എസ് ടൈം ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എസ് പ്ലസ് ആർ. അതായത് എ ആർ പ്ലസ് എസ് ടൈം ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നു, എ എസ് പ്ലസ് ആർ ടൈം ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. ആർ എസ് ഇൻറ്റിജേഴ്സ് ആണ്. സോ ആർ പ്ലസ് എസ് ഇസ് സെയിം ആസ് എസ് പ്ലസ് ആർ. അതുകൊണ്ട് സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു G2 ഇൻറ്റു G1. അപ്പോൾ ഏത് സൈക്കിൾ ഗ്രൂപ്പ് എടുത്താലും ഇത് അബീലിയൻ ആണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അബീലിയൻ ആണ്. ഓക്കെ.